അഭിമന്യു സിംഗിന്റെ ക്യാരക്ടറിന്റെ കൺക്ലൂഷനിൽ ആഫ്റ്റർ ഡെത്ത് ഐ ആളുടെ ഫേസ് ടോട്ടലി മഡിലേക്ക് വെള്ളത്തിലേക്ക് വീഴുകയും ചെളി വന്ന് മഡ് വന്ന് ഫുൾ ഫേസ് കവർ ആവും. അപ്പൊ ആ കവർ ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക് നമ്മൾ റിയൽ ആയിട്ട് ഒരാളെ ആക്ട് ചെയ്യുമ്പോൾ ഐ അടഞ്ഞു പോകും. ഐ തുറന്നു പിടിച്ചുകൊണ്ട് ഒരിക്കലും അത് ആക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പക്ഷെ രാജു പറഞ്ഞു എനിക്ക് ഐ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഷോട്ടാണ് വേണ്ടത്, എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. അവിടെയാണ് നമ്മൾ പ്രോസ്തെറ്റിക് അത് മൊത്തം റീക്രിയേറ്റ് ചെയ്തതാണ്. റിയൽ ഐ ഫേസ് മാത്രം, അത് വേറൊരാളിലാണ് നമ്മൾ അപ്ലൈ ചെയ്ത് അതൊരു അങ്ങനെയാണ് ആ പ്രോസസ്സ് ചെയ്തത്. പക്ഷെ അത് അഭിമന്യു സിംഗിന്റെ റിയൽ ഫേസ് നമ്മൾ മാസ്ക് എടുത്ത് മെഷർമെന്റ് എടുത്ത് അദ്ദേഹത്തിന്റെ ഐ എല്ലാം ടോട്ടലി നമ്മൾ റീക്രിയേറ്റ് ചെയ്ത് ഐ ആയാലും ഐബ്രോ ആയാലും വളരെ മൈന്യൂട്ടായിട്ടുള്ള ഐബ്രോ, നോസ്, ലിപ്പ്, ഹെയർ, ടോട്ടൽ ഒരു നമ്മുടെ ഒരു നെക്ക് വരെയുള്ള എല്ലാ പോർഷൻസും റീക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മളത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഒരു സീനിന് വേണ്ടി ഒരൊറ്റ ഒന്നോ രണ്ടോ ഷോട്ടുകൾക്ക് വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ അത്തരം ചില ടെക്നിക്കുകളും സിനിമയിൽ ഇതുവരെ കാണാത്ത ഡിഫറെന്റ് ആയിട്ടുള്ള ചില ചിന്തകളുമാണ് നമ്മൾ അവിടെ എത്തിക്കുന്നത്. ശരിക്കും പൊതുവെ ആ ഷോട്ടുകൾ ഉപയോഗിക്കുക ആർട്ടിസ്റ്റിന്റെ ഐ ക്ലോസ് ചെയ്തുകൊണ്ട് റിയൽ ആർട്ടിസ്റ്റിനെ തന്നെയാണ് ഉപയോഗിക്കുക. അപ്പൊ ഡെഡ് ഐ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് റിയൽ ആക്ടർക്ക് തന്നെ അത് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് കണ്ണ് തുറന്നുകൊണ്ട് ഓൾറെഡി ഡെഡ് ആയിട്ടുണ്ട്. അപ്പൊ ഡെഡ് ഐ എന്ന് പറയുന്നത് ഓപ്പൺ ഐ ആയിരിക്കും, സ്റ്റക്ക് ആയിട്ടുള്ള ഐ ആയിരിക്കും. അപ്പൊ അതേ ആ മൂവ്മെന്റിൽ തന്നെ മഡിലേക്ക് പോകണം എന്നുള്ള ഷോട്ട് എടുക്കണമെങ്കിൽ അതൊരിക്കലും റിയൽ ഐസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ നമ്മൾ ടോട്ടലി റീക്രിയേറ്റ് ചെയ്തൊരു പ്രോസസ്സാണ്. അതൊരു കുറച്ച് എക്സ്പെൻസീവ് ആണ്. അത് റിയൽ ആർട്ടിസ്റ്റിന്റെ ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഫീച്ചേഴ്സിന്റെ 1/2 ഇഞ്ച് കുറവുള്ള ഫേസ് വേണം നമുക്ക് കിട്ടാൻ. ഈ 1/2 ഇഞ്ചിലാണ് നമ്മൾ ഇയാളുടെ ഫേസ് റീക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇത് അതിൽ അപ്ലൈ ചെയ്യണം, മറ്റേ ഫേസിൽ ടോട്ടലി അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ അപ്ലൈ ചെയ്യുന്ന ആളുടെ ഐസ് ക്ലോസ്ഡ് ആയിരിക്കും, കാണാൻ പറ്റില്ല. ആകെ കൂടി നോസ് മാത്രം ഉണ്ടാവും, ലിപ്പും എല്ലാം കവേർഡ് ആയിരിക്കും. നമ്മൾ കാണുന്നത് ഈ റിയൽ ആർട്ടിസ്റ്റിന്റെ ഫേസ് ആണ്. പക്ഷെ അപ്ലൈ ചെയ്യുന്ന ആളുടെ ടോട്ടലി ഐസ് വരെ കവേർഡ് ആയിരിക്കും. മീൻസ് ഐസ് ആൻഡ് ചെവി വരെ കവേർഡ് ആയിരിക്കും. പ്രോസ്തെറ്റിക്സിന്റെ ഒരു എമൗണ്ട് ഒക്കെ പറയുകയാണെങ്കിൽ എത്രമാത്രം ഇതിന് ചെലവഴിക്കുക, അതുപോലെ എത്ര സമയം ഇപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ സാധനം എടുത്താൽ ഈ പെർട്ടിക്കുലർ സമയത്തിന് നമ്മൾ റിയൽ ആർട്ടിസ്റ്റിന്റെ മെഷർമെന്റ് എടുക്കണ സ്കൾപ്ചറിന്റെ മെഷർമെന്റ് എടുക്കുന്ന പ്രോസസ്സ് തന്നെ 1.5 hour ഉണ്ടാവും. അത് ഈ നമ്മൾ ഈ അനുഷ്കയുടെ ഒക്കെ കണ്ടിട്ടുണ്ട്, ഒരു വൈറ്റ് അത് നമ്മൾ ഈ പറഞ്ഞ അൾജിനേറ്റ് പോലെയുള്ള, പിന്നെ ഇതിന്റെ ഈ സ്കിൻ സിലിക്കോൺ ഉണ്ട്, പിന്നെ അതിന്റെ പ്രോസസ്സുകളിൽ ഒത്തിരി മെറ്റീരിയൽ ഉണ്ട്. പക്ഷെ അത് എടുക്കുന്ന സമയത്ത് അവരുടെ നോസ് മാത്രമേ ഓപ്പൺ ആവുള്ളൂ, ചിലർക്ക് ഭയങ്കര സഫോക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ആ പ്രോസസ്സിൽ നമ്മൾ ഈ ചില ആർട്ടിസ്റ്റുകൾ അൺകംഫർട്ട് ആവും. അപ്പോൾ ഇരുന്ന് തരുന്ന പ്രോസസ്സ്, അപ്പോൾ അത്തരം ചില വ്യത്യാസങ്ങളുണ്ട്. എന്നാലും ഒരു 1.5 hour ഈ പ്രോസസ്സ് തന്നെയുണ്ട് ഇതിന്റെ തുടക്കം. പിന്നെ പ്രോസ്തെറ്റിക് മേക്കപ്പിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഇതിന്റെ ഒരു സ്കൾപ്ചറിങ്. അങ്ങനെ ഈ മോൾഡിൽ കിട്ടുന്ന മോൾഡിലേക്ക് ഇപ്പൊ നമ്മൾ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ പരിപാടിയൊക്കെ പറയുന്ന പോലെ ഈ മോൾഡിലേക്ക് നിങ്ങൾ സിലിക്കോണോ മറ്റൊന്നും ഈ മോൾഡിൽ നിന്നാണ് നമ്മൾ സിലിക്കോൺ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് അതിലൊഴിച്ച് നമ്മൾ അതിൽ നിന്ന് അതിന്റെ ഒരു ആർട്ട് ഫോം, അതിന്റെ മെഷർ, അതിന്റെ ഡീറ്റെയിൽ എടുക്കുന്നു. എന്നിട്ടാണ് നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. അത് ഫിക്സ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ഐസ്, ഐബ്രോ ഒക്കെ ഫില്ല് ചെയ്യുന്നതും പിന്നെ ഹെയർ ഫില്ല് ചെയ്യുന്നതും ഒക്കെ ഉള്ളത് ബാക്കിയുള്ള പ്രോസസ്സാണ്. അത് ആദ്യം ഇതിന്റെ കളർ സ്കിൻ, അതായത് റിയൽ ആർട്ടിസ്റ്റിന്റെ കളർ കറക്ഷൻ നടത്തും. ബേസ് കളർ കറക്ഷൻ നടത്തിയിട്ട് നമുക്കൊരു ബേസ് കിട്ടും. അതിലാണ് നമ്മൾ പിന്നെ ഐബ്രോ ഫില്ല് ചെയ്യുന്നതും പിന്നെ ഐ ഫിറ്റ് ചെയ്യുന്നതും ഐബോൾ ഫിറ്റ് ചെയ്യുന്നതും എല്ലാം. പിന്നെ ഹെയർ ആണെങ്കിലും ബാക്കി ലിപ്പും കാര്യങ്ങളും എല്ലാ ഷെയ്ഡുകളും നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. വൂണ്ട് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? വൂണ്ടുകൾ നമ്മൾ ഈ സ്കിൻ ടൈറ്റ് പോലെയുള്ള സിനിമയിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലുണ്ട്. അത് വൂണ്ടിൻ്റെ പ്രോസസ്സ് എന്താ വെച്ചാൽ നമ്മൾ വൂണ്ട് ഭയങ്കര റിയൽ ആവണമെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വൈസ് നമ്മൾ ഇപ്പോൾ ഒരു മുറിവ് തുടങ്ങി മുറിവ് എവിടെ അവസാനിച്ചു എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതിനകത്ത് തന്നെ ഡെപ്ത് ഉണ്ട്,
ഡാർക്ക്നെസ് ഉണ്ട്, ബ്ലാക്ക്നെസ് ഉണ്ട്, റെഡ്നെസ് ഉണ്ട്, സ്വെല്ലിംഗ് ഉണ്ട്. എപ്പോ സംഭവിച്ചിട്ട് എപ്പോൾ സംഭവിച്ചിട്ട് അതിൻ്റെ എല്ലാം ഇപ്പോൾ നമുക്ക് പഞ്ച് ചെയ്ത സമയത്തുണ്ടാവുന്ന നമ്മുടെ സ്കിന്നിന്റെ കളർ വേറെ ആയിരിക്കും. അത് ബ്രൈറ്റ് സ്കിന്നിന് വേറൊരു കളറ്, കുറച്ചുകൂടെ ആവറേജ് സ്കിന്നിന് ഒരു ഡസ്കി സ്കിന്നിന് ഒരു വേറൊരു കളറ്, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് സ്കിന്നിലേക്ക് എത്തുമ്പോൾ അതിന് വേറൊരു കളറാണ്. അപ്പോൾ അതാദ്യം അറിയണം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കളർ അപ്ലൈ ചെയ്യുമ്പോൾ എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചു എന്നുള്ളത് നമ്മുടെ കണ്ണിൽ കണ്ടുപിടിക്കാത്ത രീതിയിൽ ചെയ്താൽ മേ ബി കുറച്ചും കൂടി. ഇപ്പോൾ നമ്മൾക്കൊരു സ്കാറിലുണ്ടെങ്കിൽ ഒരു ചെറിയ സ്കാറിലുണ്ട്, അപ്പൊ പക്ഷെ അതൊരു വരയായിരിക്കും. പക്ഷെ ആ വരയിൽ എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചു എന്നുള്ളത് മനസ്സിലാവാതെ, ഇപ്പൊ അതിനകത്ത് സുകാന്തിന്റെ ലിപ്പ് കട്ടായിട്ടുണ്ട്, അത് കട്ടായെങ്കിലും അതിൻ്റെ ഒരു റിയലിസ്റ്റിക് ഫീൽ എങ്ങനെ വേണം, അത് റിയൽ ലിപ്പ് കട്ടായാൽ എങ്ങനെ ഉണ്ടാകും. അപ്പം അതിൻ്റെ റെഫറൻസുകൾ എടുക്കുക, ആ റെഫറൻസിൽ ഈ ആർട്ടിസ്റ്റിന് എത്രമാത്രം അത് അപ്ലൈ ആവും എന്നുള്ളതൊന്ന് ചിന്തിക്കുക. പിന്നെ അതിനുപരി നമ്മൾ വൂണ്ടുകളും അത്തരം ഫേസ് സ്കാറുകൾ അല്ലെങ്കിൽ കുറച്ച് അതെല്ലാം നമ്മുടെ ആ ഫേസിനെ വൾഗറാക്കുന്ന ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് എങ്ങനെ എസ്തെറ്റിക് ആയിട്ട് ചെയ്യാം, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വാവ് എന്ന് പറയുന്ന രീതിയിൽ ചെയ്യാമെന്ന് പറയുമ്പോഴാണ്, അതാണ് പേഴ്സണലി എനിക്കിഷ്ടം. വൂണ്ടിനെ നമ്മൾ വളരെ മോശമായിട്ട് ചില ആളുകൾ കാണുമ്പോൾ തന്നെ കാണിക്കണ്ടെന്ന് പറയുന്ന സാധനം വർക്ക് വൈസ് ഓക്കെ ആയിരിക്കും, പക്ഷെ എനിക്ക് അതിനേക്കാൾ ഇഷ്ടം അതിനകത്തൊരു എസ്തെറ്റിക് സ്വഭാവം ഉണ്ടാവും. അത് വ്യത്യസ്തമാണല്ലോ. ഇതിന്റെ എമൗണ്ട് ഞാൻ ചോദിച്ചു, അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോസ്തെറ്റിക്സിന് ചെലവാകുന്നത് എത്രത്തോളം വരും? ഒരു സിനിമയ്ക്ക് എപ്പോഴും നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല. ഇപ്പൊ നമ്മളൊരു ദിവസത്തെ ഇതിനകത്ത് മേക്കപ്പിന്റെ ഏറ്റവും വലിയ ചലഞ്ചിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതൊരു ആർട്ടും നമ്മൾ കോമൺ ആയിട്ടൊരു കാര്യം പറയും. അതായത് ഒരു ശില്പി ഒരു ശില്പം ഉണ്ടാക്കുകയാണെങ്കിൽ അതേ ശില്പം അതുപോലെ ഉണ്ടാക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതാണല്ലോ ആർട്ട് എന്ന് പറയുന്നത്. അതായത് ഒരു അച്ചിൽ നിന്ന് നമുക്ക് എടുക്കാം, 100 എണ്ണം വേണമെങ്കിൽ എടുക്കാം, 20 എണ്ണം വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഒരു മാനുവലായിട്ട് കൈകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ശില്പം അതുപോലെ വീണ്ടും പറ്റില്ല എന്ന് പറയും, റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സിനിമയ്ക്കകത്ത് അത് ഏറ്റവും വേണ്ടത് മസ്റ്റായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതായത് ഇന്ന് നമ്മളൊരു വൂണ്ടോ അല്ലെങ്കിൽ അത്തരം ഒരു മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് അത് ഷൂട്ട് ചെയ്ത് തീരില്ല. നെക്സ്റ്റ് ഡേ അതേ കണ്ടിന്യൂറ്റി നമ്മൾ പിടിക്കണം. അപ്പൊ ആ വൂണ്ടിട്ട അതേ വൂണ്ടിന്റെ ഡെപ്ത് അത് തന്നെ ആയിരിക്കണം. അപ്പൊ നമ്മളത് ആദ്യം ഇടുമ്പോൾ നമ്മൾക്ക് അതിനകത്ത് കൃത്യമായ ഒരു ജഡ്ജ്മെന്റ് വേണം. നാളെ ഞാനിത് ഇടേണ്ടതാണെന്നും നാളെ അതൊരിക്കലും സിനിമയെ ബാധിക്കരുത് എന്നുള്ളൊരു രീതിയിൽ നമ്മൾ ആ ജോലിനെ അത്രമാത്രം മൈന്യൂട്ടായിട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് അതാണ് ശരിക്കും മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ചലഞ്ച്. പ്രൊഡക്റ്റ് അപ്പോഴും ഇവർക്ക് തൃപ്തിയുള്ള പ്രൊഡക്റ്റ് കൊടുക്കണം, അങ്ങനെയില്ല. ബ്രാൻഡ് സിനിമയ്ക്കകത്ത് ഏറ്റവും നല്ല പ്രൊഡക്റ്റുകളായിരിക്കും എല്ലാവരും ഉപയോഗിക്കുക, എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് കൺസേൺ ഇല്ല അവർക്ക്. ശരിക്കും ഞാൻ എൻ്റെ വർക്കുകൾ ഞാൻ സ്ക്രീനിൽ കാണുന്ന സമയത്ത് നമ്മളെപ്പോഴും അതിന്റെ മിസ്റ്റേക്കിനെ അല്ലെങ്കിൽ അടുത്തത് എങ്ങനെ നന്നാക്കണം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ മെയിനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ പ്രൊഫഷനിലേക്ക് വന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ വർക്ക് കാരണം ഒരു ആർട്ടിസ്റ്റും അല്ലെങ്കിൽ ആ ഫ്രെയിമിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് ഒരു രീതിയിലും ഡിസ്റ്റർബഡ് ആവരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. മാത്രം അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു മേക്ക് ഓവർ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് തുടങ്ങുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു ആക്ടിങ് തുടങ്ങുന്നത് നമ്മുടെ ഫസ്റ്റ് നോർമൽ പേഴ്സണിൽ നിന്ന് ക്യാരക്ടറിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഫിനിഷ് ചെയ്യുമ്പോഴാണ് ആ വ്യക്തി ക്യാരക്ടറായിട്ട് മാറുന്നത്. അവിടെ മുതലാണ് അവരുടെ ആക്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കൺസേൺ ആണ് ഞാൻ. അതായത് അവരെ ഏറ്റവും കൂടുതൽ ആക്ടിങ്ങിന് തൊട്ട് മുമ്പ് മിററിൽ നോക്കിക്കൊണ്ടാണ് അവരുടെ മുഖം കണ്ടുകൊണ്ടാണ് അവരുടെ നോർമൽ മുഖങ്ങളുടെ അല്ലെങ്കിൽ നോർമൽ ഭാവങ്ങൾ പോലും ഈ മേക്ക് ഓവറിന്റെ ചെറിയ വേരിയേഷൻസിലൂടെയാണ് അവർ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്.